നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ തൊഴിലാളികളുടെ അവകാശങ്ങളുടെ പോരാട്ടങ്ങളിൽ നിന്നാണ് തൊഴിലാളി ദിനം എന്നതിന്റെ വേരുകൾ തുടങ്ങുന്നത്. സംവരണം സുതാര്യമാകണമെങ്കിൽ ജാതി സെൻസസ് ആവശ്യമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം നല്ലതെന്നും വെള്ളാപ്പള്ളി നടേശൻ. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പ്രധാന പ്രതിയായ സെബാസ്റ്റിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം കോടതി തള്ളി. പ്രതിയുടെ അനുമതിയില്ലാതെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയില്ലെന്ന് കോടതി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ബാസിയെയും മോഡൽ സൗമ്യയെയും സാക്ഷികളാക്കാൻ എക്സൈസ് വകുപ്പ്. അന്വേഷണം തുടരുന്നു. ബൈക്കുകളിലെത്തി മാല പൊട്ടിക്കുന്ന സംഘം ചേർത്തലയിലും പരിസരത്തും വീണ്ടും തലപൊക്കുന്നു. സ്കൂട്ടർ യാത്രക്കാരിയായ പൊള്ളത്തൈ സ്വദേശിനിയുടെ 3.5 പവന്റെ സ്വർണ്ണമാല കവർന്നു. തുറവൂരിലും ചേർത്തലയിലും മാല പൊട്ടിക്കാൻ ശ്രമം. വിശദമായ വാർത്തകളിലേക്ക്. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ നിന്നാണ് തൊഴിലാളി ദിനം എന്നതിൻ്റെ വേരുകൾ തുടങ്ങുന്നത്. എല്ലാവർക്കും തൊഴിലാളി ദിന ആശംസകൾ. തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. 1884 അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡ് ആൻഡ് ലേബർ യൂണിയനുകൾ തൊഴിലിടങ്ങളിലെ സമയം 8 മണിക്കൂറാക്കി പരിഷ്കരിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് 1886 തൊഴിലാളികൾ സംഘടിച്ച് സമരം ചെയ്തു. ഈ സമരത്തിന്റെ അനന്തരഫലമായി കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പിന്നീട് ചിക്കാഗോയിലെ ഹേമാർക്കറ്റ് സ്ക്വയറിൽ സമാധാനപരമായ ഒരു സമ്മേളനം നടത്തി പിരിഞ്ഞുപോകാൻ ശ്രമിക്കുന്നതിനിടെ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും സംഘർഷം ഉണ്ടാവുകയുമാണ് ചെയ്തത്. ഹേമാർക്കറ്റ് കൂട്ടക്കൊല എന്നും ഹേമാർക്കറ്റ് കലാപമെന്നും ഈ സംഘർഷം അറിയപ്പെട്ടു. തൊഴിലാളികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. രക്തച്ചൊരിച്ചിലുണ്ടായി. ഈ കലാപം ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളെ ഇളക്കിമറിച്ചു. ലോകത്തെ ഞെട്ടിച്ച ഈ കലാപമാണ് പിന്നീട് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിലേക്ക് എത്തിച്ചത്. തൊഴിലാളി പ്രസ്ഥാനത്തെയും ഹേമാർക്കറ്റ് സംഭവത്തെയും ബഹുമാനിക്കുന്നതിൻ്റെയും ഭാഗമായി അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് 1899 മെയ് 1 തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചു. ഒരു വർഷത്തിന് ശേഷം 1890 ഔദ്യോഗികമായി ആദ്യ തൊഴിലാളി ദിനം ആചരിക്കുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിന് തൊഴിലാളികൾ കഠിനാധ്വാനത്തിലൂടെ ഗണ്യമായ സംഭാവനകളാണ് നൽകിയത്. തൊഴിലാളികളുടെ കഠിനാധ്വാനം തിരിച്ചറിയുക മാത്രമല്ല, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചൂഷണങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും കൂടിയാണ് തൊഴിലാളി ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും അവരുടെ പുരോഗതി കൈവരിക്കുന്നതിനുമുള്ള പ്രചോദനം നൽകുക എന്നതും ലക്ഷ്യമിടുന്നു. പല രാജ്യങ്ങളിലും തൊഴിലാളി ദിനം ദേശീയ അവധിയാണ്. തൊഴിലാളികളുടെ നേട്ടങ്ങളും സംഭാവനകളും ഉയർത്തിക്കാട്ടുന്നതിനായി നിരവധി പരിപാടികളും സെമിനാറുകളും ഈ ദിനം സംഘടിപ്പിക്കുന്നു. തൊഴിലാളികളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കാൻ പോസ്റ്ററുകളും ബാനറുകളും ഉയർത്താറുമുണ്ട്. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. സംവരണം സുതാര്യമാകണമെങ്കിൽ ജാതി സെൻസസ് അനിവാര്യമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേന്ദ്രത്തിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളങ്ങരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സാധാരണഗതിയിൽ 10 കൊല്ലം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്. കൊറോണ വന്നുകൊണ്ട് 10 കൊല്ലത്തിനുള്ളിൽ എടുത്തിട്ടില്ല. ഇപ്പോൾ എടുക്കാൻ പോകുമ്പോൾ ആ ജാതി സെൻസസ് എടുക്കുന്ന കൂട്ടത്തിൽ ജാതി കൂടെ ചേർത്ത് എടുക്കാനുള്ള ഒരു തീരുമാനം സെൻട്രൽ ഗവൺമെൻറ് എടുത്തു എങ്കിൽ അത് വളരെ സന്തോഷകരമാണ്. അത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ സന്തോഷിക്കണം. കാരണം കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു സത്യം ഇന്ന് നിലനിൽക്കുന്നു. കാരണം സംവരണത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തർക്കങ്ങൾ പല സംസ്ഥാനങ്ങൾക്കുണ്ട്. ആ സംവരണത്തിൻ്റെ പെർസെൻറ്റേജും അവന് പലർക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നും കിട്ടിക്കൊടുക്കുന്നത് പലതും കൂടുതലാണെന്നും ഒക്കെ സംവരണ സമുദായത്തിനകത്ത് തന്നെ അസംതൃപ്തിയുണ്ട്. ഇതില്ലാതാക്കണമെങ്കിൽ സുതാര്യമായ ഒരു ജാതി സെൻസസ് എടുത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം പൂർണ്ണമായും സുതാര്യമായും സത്യസന്ധമായും നീതിപരമായും കൊടുക്കാൻ സാധിക്കും. സംവരണം സുതാര്യമാകണമെങ്കിൽ ജാതി സെൻസസ് ആവശ്യമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം നല്ലതല്ലെന്നും വെള്ളാപ്പള്ളി. കണിച്ചുകുളങ്ങരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. കൊറോണ വന്നതുകൊണ്ട് സെൻസസ് എടുത്തിരുന്നില്ല. പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഭരണപക്ഷത്തെ സംബന്ധിച്ചും തീരുമാനം നല്ലതാണ്. കേരളത്തിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല എന്നാരും പറഞ്ഞിട്ടില്ല. സംവരണം സുതാര്യമാകണമെങ്കിൽ ജാതി സെൻസസ് അനിവാര്യമാണെന്നും വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല.
ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പ്രധാന പ്രതിയായ സെബാസ്റ്റ്യനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം കോടതി തള്ളി. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പ്രധാന പ്രതിയായ സെബാസ്റ്റ്യന് നുണപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ ചേർത്തല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ പത്മനിവാസിൽ പരേതനായ പത്മനാഭപിള്ളയുടെ മകൾ ബിന്ദു പത്മനാഭനെ കാണാതായ സംഭവത്തിലാണ് പ്രതിയായ സെബാസ്റ്റ്യനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ CR പ്രമോദ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സഹിതം കോടതിയിൽ അപേക്ഷ നൽകിയത്. ഒരാളുടെ അനുമതിയില്ലാതെ നാർക്കോ അനാലിസിസിന് അനുമതി നൽകാനാകില്ലെന്നും സെബാസ്റ്റ്യന് ഒട്ടേറെ ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്നതും ചൂണ്ടിക്കാട്ടി പ്രതിഭാഗം നൽകിയ രേഖകളും പരിശോധിച്ചാണ് കോടതി ഹർജി തീർപ്പാക്കിയത്. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് VS രാജൻ ഹാജരായി. കേസിൽ ആദ്യഘട്ടത്തിൽ പോലീസിന്റെയും പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണങ്ങളെല്ലാം ചെന്നെത്തിയത് സെബാസ്റ്റ്യനിലാണെങ്കിലും വ്യക്തമായ തെളിവുകളുടെ അഭാവമാണ് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായത്. ഈ സാഹചര്യത്തിലാണ് നുണപരിശോധന ആവശ്യം ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വച്ചത്. നുണപരിശോധന ആവശ്യം തള്ളിയതോടെ കേസിൽ വീണ്ടും അന്വേഷണം ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി നിലവിൽ മൊഴിയെടുത്തവരുടെ മൊഴികൾ വീണ്ടും എടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷണം തുടങ്ങിയിട്ട് 8 വർഷമായെങ്കിലും എങ്ങും എത്തിയിട്ടില്ല. സഹോദരൻ പ്രവീൺ കുമാർ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അന്വേഷണം. അച്ഛനമ്മമാരുടെ മരണത്തിനു ശേഷം വീടുമായും സഹോദരനുമായും ബന്ധമില്ലാതെ കഴിയുന്നതിനിടെയാണ് ബിന്ദുവിനെ കാണാതായത്. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ നടൻ ശ്രീനാഥ് ബാസിയെയും മോഡലായ സൗമ്യയെയും സാക്ഷികളാക്കാൻ എക്സൈസ് വകുപ്പ്. അന്വേഷണം തുടരുന്നു. ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ നടൻ ശ്രീനാഥ് ബാസി, മോഡൽ കെ സൗമ്യ എന്നിവരെ സാക്ഷികളാക്കിയേക്കും. കേസിലെ മുഖ്യപ്രതി കണ്ണൂർ സ്വദേശി തസ്ലീമ സുൽത്താന കഞ്ചാവ് ഒളിപ്പിച്ച കൊച്ചിയിൽ കാക്കനാട്ടുള്ള ഫ്ളാറ്റിന്റെ ഉടമയായ യുവതിയും സാക്ഷിയാക്കും. തസ്ലീമയും ശ്രീനാഥ് ബാസിയുമായുള്ള വാട്സപ്പ് ചാറ്റ് തെളിവായെടുത്താണ് നടനെ സാക്ഷിയാക്കാൻ എക്സൈസ് ആലോചിക്കുന്നത്. ഇവരുടെ ചാറ്റിൽ ഖുഷ് വേണോ എന്ന തസ്ലീമയുടെ ചോദ്യത്തിന് വെയിറ്റ് എന്നാണ് ശ്രീനാഥ് ബാസിയുടെ മറുപടി. ഖുഷ് എന്നത് ലഹരി ഇടപാടുകൾക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവിന്റെ കോഡ് വാക്കാണ്. തസ്ലീമ ഹൈബ്രിഡ് കഞ്ചാവ് വിൽക്കാൻ ശ്രീനാഥിനെ സമീപിച്ചു എന്നതിന് ഈ സന്ദേശങ്ങൾ തെളിവായെടുക്കാമെന്ന് എക്സൈസ് കരുതുന്നു. മോഡൽ കെ സൗമ്യയും തസ്ലീമയും തമ്മിൽ കാര്യമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് എക്സൈസ് കണ്ടെത്തിയിരുന്നു. തസ്ലീമയെ 5 വർഷമായി പരിചയമുണ്ടെന്നാണ് സൗമ്യയുടെ മൊഴി. കഞ്ചാവ് ഉപയോഗിച്ചതിന് സൗമ്യക്കെതിരെ പാലക്കാട് ജില്ലയിൽ കേസുണ്ട്. ഈ സാഹചര്യത്തിലാണ് സൗമ്യയെ കേസിൽ സാക്ഷിയാക്കാനുള്ള നീക്കം. തസ്ലീമയുടെ സുഹൃത്തായ യുവതിയുടെ കാക്കാനാട്ടുള്ള ഫ്ളാറ്റിൽ ഒരു ദിവസം കഞ്ചാവ് സൂക്ഷിച്ചിരുന്നു. തസ്ലീമയും കുടുംബവും താമസിച്ച എറണാകുളത്തെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. ഈ യുവതിയെ എക്സൈസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഇവരെ കേസിൽ പ്രധാന സാക്ഷിയാക്കും. ഇതിനിടെ കേസിലെ 3ാം പ്രതിയും തസ്ലീമ സുൽത്താനയുടെ ഭർത്താവുമായ ചെന്നൈ സ്വദേശി സുൽത്താൻ അക്ബർ അലിയുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച ആലപ്പുഴ സെഷൻസ് കോടതി തള്ളി. ടൈം ന്യൂസ്, ആലപ്പുഴ. ബൈക്കിലെത്തി മാല മോഷ്ടിച്ച് കടന്നു കളയുന്ന സംഘം ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലും വീണ്ടും തലപൊക്കുന്നു. പൊള്ളേത്തി സ്വദേശിയായ സ്കൂട്ടർ യാത്രക്കാരിയുടെ 3.5 പവന്റെ മാല കവർന്നു. തുറവൂരിലും ചേർത്തലയിലും മോഷണ ശ്രമം. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയുടെ 3.5 പവന്റെ സ്വർണ്ണമാല ബൈക്കിലെത്തി മോഷ്ടാക്കൾ പൊട്ടിച്ചെടുത്ത് കടന്നു. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പൊള്ളേത്തൈ വെളിയിൽ മേഴ്സി ഡാലിയുടെ മാലയാണ് കവർന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് കോർത്തുശ്ശേരി പടിഞ്ഞാറ് ഷോണിമ വായനശാലയ്ക്ക് സമീപമായിരുന്നു സംഭവം. തീരദേശത്തേക്കുള്ള തിരക്ക് കുറഞ്ഞ റോഡിലൂടെ പോകവേ മുന്നിലുണ്ടായിരുന്ന ബൈക്ക് തിരിക്കാൻ ശ്രമിക്കുന്ന ഭാവത്തിൽ വേഗം കുറച്ചപ്പോൾ പിന്നിൽ വന്ന മേഴ്സിയും സ്കൂട്ടർ പതുക്കിയാക്കി. ഇതിനിടെ ബൈക്കിന് പിന്നിലിരുന്നയാൾ ഇറങ്ങി വന്ന് മേഴ്സിയുടെ മാല പൊട്ടിക്കുകയായിരുന്നു. മോഷ്ടാവിന്റെ ഷട്ടിൽ പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ചെങ്കിലും ശക്തിയായി തള്ളിയതോടെ സ്കൂട്ടറുമായി റോഡിലേക്ക് വീണു. ഇതിനിടെ മോഷ്ടാക്കൾ രക്ഷപ്പെടുകയും ചെയ്തു. റോഡിൽ വീണതിനെ തുടർന്ന് കൈക്കും കാലിലും പരിക്കേറ്റ മേഴ്സി ചെട്ടിക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. മണ്ണഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതേസമയം വളമംഗലം സ്കൂളിന് സമീപം ബുധനാഴ്ച ഉച്ചയോടെ ബൈക്കിലെത്തിയ 2-അംഗ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. വളമംഗലം സ്വദേശിനി പത്മിനിയുടെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത്. പത്മിനി ബഹളം വെച്ചതോടെ ബൈക്കിലെത്തിയ സംഘം അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. കുത്തിയതോടെ പോലീസ് കേസെടുത്തു. 2 സംഭവത്തിന് പിന്നിൽ ഒരേ സംഘമാണെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ മെയ് ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. ആലപ്പുഴ പട്ടണത്തിൽ തൊഴിലാളികളുടെ റാലിയോടെയാണ് മെയ് ദിനം ആചരിച്ചത്. ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് ടൗൺ ഹാളിന് സമീപം ചേർന്ന പൊതുസമ്മേളനത്തിൽ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിൽ ഗോദ്ര സംഭവം എന്നുള്ളതിനെ വിശേഷിപ്പിച്ചത്, ഇന്ത്യയിലെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ഡൊനോസൈഡ് എന്നാണ്, വംശഹത്യ എന്നാണ്. അതുപോലെ ഉന്മൂലനം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഗാസയിലടക്കം ഇസ്രായേൽ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുമായിട്ട് ചങ്ങാത്ത മാത്രമല്ല, അവരുടെ പോർവിമാനങ്ങൾക്ക് ഇന്ത്യ ഇന്ധനം അടിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നു. അവിടെ ആളുകൾ ജോലിക്ക് നിൽക്കുന്നില്ല എന്ന് കണക്കാക്കിയപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പ്രകാരമായി ഇവിടെ നിന്ന് ആളുകളെ കയറ്റി അയക്കാൻ, കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കയറ്റി അയക്കാൻ പ്രത്യേകമായ താല്പര്യം. അല്ലാതെ ആർക്കും വേണ്ടതുപോലെ ജോലി കൊടുക്കാനുള്ള ശ്രമമൊന്നുമില്ല. നമുക്ക് പ്രതികൂലമാകുന്ന കാര്യത്തിൽ ഇവിടെ നിന്ന് ആൾ സഹായം പോലും ചെയ്തു കൊടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്.
സംഘാടക സമിതി ചെയർമാൻ ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി DP മധു, CITU ജില്ലാ പ്രസിഡന്റ് H സലാം MLA, VS മണി, AM ഷിറാസ്, VB അശോകൻ, സലിം ബാബു, മോഹൻ C അറവുന്തറ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ PP പവനൻ സ്വാഗതം ആശംസിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, PU അബ്ദുൽ കലാം, B നസീർ, KL ബെന്നി, റോബർട്ട് യേശുദാസ്, A അബിദ്, നിസാർ കോയപ്പറമ്പിൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. ICSE ISE പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ചേർത്തല പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിന് തുടർച്ചയായ 30ാം വർഷവും 100 മേനി വിജയം. ICSE ISE പരീക്ഷയിൽ ചേർത്തലയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിന് തുടർച്ചയായി 30ാം തവണയും 100 മേനി വിജയം. ICSE പരീക്ഷയിൽ 153 പേർക്ക് ഡിസ്റ്റിങ്ഷനും 47 പേർക്ക് ഫസ്റ്റ് ക്ലാസും 20 പേർക്ക് സെക്കൻഡ് ക്ലാസും ലഭിച്ചു. ദൃശ്യ ദിലീപ്, ജോൺസിയ ജോസഫ്, ശ്രീലക്ഷ്മി സനോജ്, അശ്വിൻ ദാസ്, ബ്ലേസ് ജോസഫ്, കശ്യപ് A പ്രഭു, പാർവതി B, മാളവിക S, അദ്വൈത് ശിവ, അവീന കശ്മീർ, ധനീഷ് റിജോ, നക്ഷത്ര A എന്നിവരാണ് ടോപ്പർമാർ. ISE പരീക്ഷയിൽ 6 പേർക്ക് ഡിസ്റ്റിങ്ഷനും 5 പേർക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു. നവനീത് കൃഷ്ണ B, റെയിൻ ഇമ്മാനുവൽ രാജൻ, ക്രിസ് ജോണി, ലിജിയ ML എന്നിവരാണ് ടോപ്പർമാർ. 30ാം തവണയും 100% വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രിൻസിപ്പൽ സിസ്റ്റർ ജീന ജോണും സ്കൂൾ മാനേജ്മെന്റും അഭിനന്ദിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. INDUC ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി സജി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. INDUC ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും സമ്മേളനവും നടത്തി. ചേർത്തലയിൽ നടന്ന റാലി DCC സെക്രട്ടറി സജി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് G സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. INDUC ജില്ലാ ജനറൽ സെക്രട്ടറി KV സോളമൻ മെയ് ദിന സന്ദേശം നൽകി. തൊഴിലാളി ദ്രോഹ നടപടികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും ഒരേ നിലപാടാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിലാളി സംഘടന ഏറ്റവും മഹത്തരമാണ്. ഏതെല്ലാം വികസന പ്രവർത്തനം, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും തൊഴിലാളിയെ കൂടാതെ ഈ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തൊഴിലാളിയുടെ സംരക്ഷണമാണ് ജനസംരക്ഷണം. അതിലൂടെയാണ് രാജ്യത്തെ മഹത്വപ്പെടുത്താൻ കഴിയുള്ളൂ, ഉയർച്ചയിലേക്ക് നയിക്കാൻ കഴിയുള്ളൂ എന്ന വിശ്വാസമാണ് എന്നിലുള്ളത്. അത് തന്നെയാണ് നമ്മളെ ഇത്ര പ്രലോഭനപരമായ പല കാര്യങ്ങളും വരുമ്പോൾ പോലും തൊഴിലാളികൾക്ക് നിൽക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിയമങ്ങൾ 128 നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് നീക്കം ചെയ്യുമ്പോൾ, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴിലുള്ള തൊഴിലാലയത്തിൽ നിന്ന് എടുത്ത് നീക്കം ചെയ്യുമ്പോൾ ഈ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഞങ്ങളെന്ന് പറയുന്നതിൽ ഒരു കാര്യവുമായി ഗവൺമെന്റില്ല. അപ്പോൾ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റ് കേന്ദ്രത്തിലും സംസ്ഥാനത്ത് കൂടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ തൊഴിലാളി വിരുദ്ധ. ഇപ്പോൾ നമുക്കറിയില്ല, 82 ദിവസം പിന്നിട്ട ആശാ വർക്കേഴ്സിന്റെ സമരം, 10 തൊഴിലാളികളെ കൊണ്ട് അവരെ സമരം ചെയ്യിച്ച് അവരുടെ രക്തമൊഴുക്കി അധികാരത്തിൽ വന്ന പാർട്ടി കെട്ടിപ്പടുത്ത ഒരു പാർട്ടി എന്നുള്ളതിൽ പോലും അവഹേളനപരമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകക്ഷി നമ്മുടെ കേരളത്തിലുള്ളപ്പോഴാണ് നമ്മൾ ആചരിക്കപ്പെടുന്നത്. DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് CD ശങ്കർ, R ശശിധരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. INDUC ജില്ലാ സെക്രട്ടറിമാരായ PR സജീവ്, G സോമകുമാർ, കല്ലാപ്പുറം സാബു, N സുമന്ത്രൻ, റീജിയണൽ ഭാരവാഹികളായ G വിശ്വംഭരൻ നായർ, K ദേവരാജൻ പിള്ള, രഞ്ജിത്ത് P ചെങ്ങണ്ട, R രജിൻ, മണ്ഡലം പ്രസിഡന്റുമാരായ T കുഞ്ഞുമോൻ, R പ്രേംരാജ്, മഹേഷ് പട്ടണക്കാട്, പുരുഷൻ, NV ഷാജി, സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KC ആന്റണി ഉദ്ഘാടനം ചെയ്തു. തോമസ് V പുളിക്കൻ, ശൗരിക്കുട്ടി, ജോസഫ് വെട്ടക്കൽ, സുനിൽ ഉമ്മാത്തറ, സജീവൻ ചെട്ടിയാർ, വിജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. INDUC റീജിയണൽ സെക്രട്ടറി രാജേഷ് തോട്ടത്തറ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ഒരു കാലത്ത് രാപകൽ വ്യത്യാസമില്ലാതെ ശബ്ദമുഖരിതമായിരുന്ന ചേർത്തല കന്നിട്ട പ്രദേശം ഒരു കാലത്ത് ചേർത്തലയിലെ കൊപ്ര വെളിച്ചെണ്ണയുടെ പ്രധാന ഉൽപ്പാദന കേന്ദ്രമായിരുന്നു. ഇന്ന് കന്നിട്ടയാകെ ശ്മശാന മൂകതയിലാണ്. ഒരു കാലത്ത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ശബ്ദമുഖരിതമായിരുന്ന ചേർത്തല കന്നിട്ടയിലാകെ ശ്മശാന മൂകത. ചേർത്തല താലൂക്കിലെ കൊപ്ര വെളിച്ചെണ്ണ വ്യാപാര കേന്ദ്രമായിരുന്ന കന്നിട്ടയിൽ നിന്ന് ഒരു തൊഴിലാളി പോലും പണിയെടുക്കുന്നില്ല. 100 കണക്കിന് കോവുവള്ളങ്ങളിൽ കൊപ്ര കയറ്റാൻ അസംഖ്യം തൊഴിലാളികൾ ഉണ്ടായിരുന്ന കൊച്ചിയിൽ നിന്ന് വരുന്ന പലചരക്ക് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയിരുന്നതും ഇതേ തൊഴിലാളികൾ തന്നെയായിരുന്നു. രാത്രിയും പകലും തൊഴിൽ സമൃദ്ധമായിരുന്ന കന്നിട്ട നൂറ്റാണ്ടുകളോളം ആയിരക്കണക്കിന് തൊഴിലാളി കുടുംബങ്ങൾ അന്നം മുട്ടി. എല്ലാ കമ്പനിയും കൊപ്ര എന്ന സാധനം എടുത്തുകൊണ്ടിരുന്ന എല്ലാ കമ്പനിയും പൊട്ടി. അതൊന്ന് ഇപ്പോൾ ഓഡിറ്റോറിയമായി, ഒന്ന് പിന്നെ സിവിൽ സപ്ലൈയുടെ ഗോഡൗണായി, പിന്നെ അങ്ങനെ ബാക്കിയുള്ള എല്ലാം കാട് കയറി കിടക്കുകയും. കൊപ്ര എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. വേറെ കൊപ്ര എന്ന് പറയുന്ന സാധനം കാണാനില്ല ചേർത്തലയെ സംബന്ധിച്ച്. പിന്നെ പലയിടത്തും വീടുകളിൽ വല്ല കൂടുതൽ വസ്തുക്കളുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അതിവിടെ മുമ്പ് 35, 20, 50 കിലോ ആട്ടാൻ വരുന്നത് ഒരു 10 വർഷത്തിന് മുമ്പ് വരുന്നത് ഇപ്പോൾ 5 കിലോ അല്ലെങ്കിൽ 8 കിലോ ഇങ്ങനെയാണ് ആട്ടാൻ വരുന്നത്. അതുവരെ ഇല്ലാതിരിക്കുകയും മറ്റ് ഈ തൊഴിലിൽ പോയി നഷ്ടപ്പെട്ടല്ലോ. അത് കാരണം പല രീതിയിൽ പിന്നെ പെയിൻ്റ് അടിക്കാനും
കെട്ടിടം പിടിക്കാനും അങ്ങനെ പല രീതിയിലേക്ക് തൊഴിലാളികൾ പോയി. കുറേയൊക്കെ പ്രായത്തിനനുസരിച്ച് മരിച്ചും പോയിട്ടുണ്ട്. യഹൂദന്മാർ സ്ഥാപിച്ച ഈ കന്നിട്ട ഇതിൻ്റെ പരിസരങ്ങളുടെ സ്ഥലങ്ങൾക്ക് പന്തകശാലപ്പറമ്പ് എന്നാണ് ഇപ്പോഴും പേര്. യഹൂദന്മാരുടെ പന്തകശാലകൾ നിന്നിരുന്നത് കൊണ്ടാണ് ഈ പേര് വീണത്. ഇവിടെയും നിരവധി തൊഴിലാളികൾ പണിയെടുത്തിരുന്നു. എന്നാൽ കാലപ്രയാണത്തിൽ ഇതെല്ലാം നഷ്ടമായി ഒരു തൊഴിലാളിയെപ്പോലും ഇവിടെയില്ല. തകർന്നടിയുന്ന കെട്ടിടങ്ങളും കാട് കയറുന്ന പറമ്പുകളും മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. INDUC സ്ഥാപക പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് തുടങ്ങിയ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ VK രാജഗോപാലിൻ്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. തൊഴിലാളി യൂണിയൻ INDUC സ്ഥാപക പ്രസിഡന്റ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗങ്ങളിൽ 6 പതിറ്റാണ്ട് കാലം നിറസാന്നിധ്യമായിരുന്ന VK ഗോപാലിൻ്റെ 1ാം ചരമവാർഷികം പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം, ചികിത്സാ സഹായ വിതരണം തുടങ്ങിയ പരിപാടികളോടെ സമുചിതമായി ആചരിച്ചു. ഗോവിന്ദമുട്ടം വെളുത്തെടുത്ത് ഭവന അങ്കണത്തിൽ നടന്ന സമ്മേളനം DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 1978 ഇന്ദിരാ കോൺഗ്രസ് രൂപീകരണത്തിൽ ജില്ലയിലും കായംകുളത്തും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉജ്ജ്വല നേതൃത്വം വഹിച്ച നേതാവായിരുന്നു VK രാജഗോപാൽ എന്ന ബാബു പ്രസാദ് പറഞ്ഞു. പാർട്ടിയുടെയും നാടിന്റെയും പ്രതിസന്ധി ഘട്ടങ്ങളിലും ധീരമായ നിലപാട് സ്വീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞതായി ബാബു പ്രസാദ് അഭിപ്രായപ്പെട്ടു. KPCC മെമ്പർ അഡ്വക്കേറ്റ് U മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, പഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ, SNDP യോഗം മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, KPCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് E സമീർ N രവി, S രാജേന്ദ്രൻ, ബിജു ഡേവിഡ്, സുശീല വിശ്വംഭരൻ, E ശ്രീദേവി, K പുഷ്പദാസ്, AP ഷാജഹാൻ, അരിത ബാബു, CA സാദിഖ്, M വിജയമോഹൻ, ഗായത്രി തമ്പ്രാൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല കൂട്ടാല ശ്രീ പറപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. 6ാം ദിവസം നടന്ന പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. കടപ്പുറത്തെ പ്രസിദ്ധവും പുണ്യപുരാതന ക്ഷേത്രവുമായ കൂട്ടാല ശ്രീ പറപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ 41ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും 6ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികവും നടന്നു. ഏപ്രിൽ 26 ആരംഭിച്ച ചടങ്ങുകൾ മെയ് 3 സമാപിക്കും. 6ാം ദിവസമായ മെയ് 1 നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ക്ഷേത്രപൂജകൾ, വിഷ്ണുപൂജ, വിഷ്ണു സഹസ്രനാമ പൂജ, സമൂഹ പ്രാർത്ഥന, തുടർന്ന് പാരായണവും 7:10 പൊങ്കാലയും നടന്നു. കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സുമതി ചന്ദ്രൻ പൊങ്കാലയ്ക്ക് ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. തുടർന്ന് കുചേലഗതി, അവിൽക്കിഴി സമർപ്പണം, പൊങ്കാല അടുപ്പിലേക്ക് ദേവിയുടെ എഴുന്നള്ളിപ്പ്, പൊങ്കാല സ്വീകരിച്ച പൊങ്കാല സമാപനം എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി പുല്ലേലില്ലം PP മുരളീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പുല്ലേലില്ലം PV പ്രഭാകരൻ നമ്പൂതിരി യജ്ഞാചാര്യനായിരുന്നു. കൂത്താട്ടുകുളം ബാലചന്ദ്രൻ നമ്പൂതിരി, കടമ്പനാട്ടില്ലം, പാലാ പ്ലാപ്പള്ളിമഠം പ്രദീപ് നാരായണൻ എന്നിവർ ഉപാചാര്യന്മാരുമായിരുന്നു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഭാസ്കരൻ നായർ, സെക്രട്ടറി മാധവ് K വാസുദേവർ, ചേർത്തല താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ, ട്രഷറർ ജയകുമാരി ഉത്രം, ദേവസ്വം മാനേജർ VP പ്രഭാകരൻ നമ്പൂതിരി, ക്ഷേത്രം ഉടമ കിഴക്കേ മാളിയേക്കൽ കൃഷ്ണക്കുറുപ്പും കുടുംബാംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ കൃഷിഭവന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന സൗജന്യ വൈദ്യുതി ഉപഭോക്തൃ സംഘത്തിന്റെ 3ാമത് വാർഷികം നടന്നു. മുഹമ്മ കൃഷിഭവന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന സൗരോർജ്ജ വൈദ്യുത ഉപഭോക്തൃ സംഘത്തിന്റെ 3ാം വാർഷിക സമ്മേളനം നടന്നു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. സമ്മേളനത്തിൽ മൺമറഞ്ഞവരുടെ സ്മരണയ്ക്കായി എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് ഷൺമുഖൻ അനുശോചനം രേഖപ്പെടുത്തി. ഖജാൻജി ശ്രീനാഥ് കുമാർ കണക്കും സെക്രട്ടറി CR പ്രഭാകരൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. മുഹമ്മ കൃഷി ഓഫീസർ PM കൃഷ്ണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് പ്രൊഫസർ PA കൃഷ്ണപ്പൻ അധ്യക്ഷനായി. തുടർന്ന് പാരമ്പര്യ കർഷകൻ പൊന്നിട്ടശ്ശേരി TK ഗോപാലൻ ക്ലാസ് നയിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ KN വിഷ്ണുപ്രിയ, A അരവിന്ദ് എന്നീ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു. ഗ്രൂപ്പിലെ മികച്ച കർഷകനായ രവീന്ദ്രമേനോൻ, മഹാദേവൻ പിള്ള, G അജിത് കുമാർ, K രമാദേവി, L മിനി എന്നിവരെ പൊന്നാടി അണിയിച്ച മൊമെന്റോയും വൃക്ഷത്തെയും നൽകി ആദരിച്ചു. ചടങ്ങിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി PA കൃഷ്ണപ്പൻ, വൈസ് പ്രസിഡന്റായി KK മണിയൻ, സെക്രട്ടറിയായി CR പ്രഭാകരൻ, ഖജാൻജിയായി ശ്രീനാഥ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്തോഷ് ഷൺമുഖൻ, മന്മഥൻ നായർ, രാജേന്ദ്രൻ പിള്ള എന്നിവരെയും തിരഞ്ഞെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. പാതിരപ്പള്ളി പാട്ടുകുളം തുളസിയിൽ സദാശിവൻ കലശവാർഷികത്തിനും ദുർഗാദേവിയുടെ പുനഃപ്രതിഷ്ഠയ്ക്കും ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ബിംബപരിഗ്രഹം, ശോധനാദികൾ, ബിംബജലാധിവാസം എന്നിവ നടന്നു. ദേവസ്വം പ്രസിഡന്റ് PS അംബികേശൻ, സെക്രട്ടറി MR രജീഷ്, KD മിനി, നിർമ്മാണ കമ്മിറ്റി കൺവീനർ P ബിന്ദു, ജോയിന്റ് കൺവീനർ പ്രേമ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മ ആര്യകര പുത്തമ്പുരയ്ക്കൽ ശ്രീ സർപ്പധർമ്മദൈവ ക്ഷേത്രത്തിലെ കലശവാർഷികത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും തുടക്കമായി. മെയ് 3 സമാപിക്കും. മുഹമ്മ ആര്യക്കര പുത്തൻപുരയ്ക്കൽ ശ്രീ സർപ്പധർമ്മദൈവ ക്ഷേത്രത്തിലെ കലശവാർഷികത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും തുടക്കമായി. മെയ് 3 സമാപിക്കും. ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വിഗ്രഹഘോഷയാത്ര നടന്നു.
പാതിരപ്പള്ളി പാട്ടുകുളം തുളസിയിൽ സദാശിവൻ കലശവാർഷികത്തിനും ദുർഗാദേവിയുടെ പുനഃപ്രതിഷ്ഠയ്ക്കും ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ബിംബപരിഗ്രഹം, ശോധനാദികൾ, ബിംബജലാധിവാസം എന്നിവ നടന്നു. ദേവസ്വം പ്രസിഡന്റ് PS അംബികേശൻ, സെക്രട്ടറി MR രജീഷ്, KD മിനി, നിർമ്മാണ കമ്മിറ്റി കൺവീനർ P ബിന്ദു, ജോയിന്റ് കൺവീനർ പ്രേമ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ തൊഴിലാളികളുടെ അവകാശങ്ങളുടെ പോരാട്ടങ്ങളിൽ നിന്നാണ് തൊഴിലാളി ദിനം എന്നതിന്റെ വേരുകൾ തുടങ്ങുന്നത്. സംവരണം സുതാര്യമാകണമെങ്കിൽ ജാതി സെൻസസ് ആവശ്യമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം നല്ലതെന്നും വെള്ളാപ്പള്ളി നടേശൻ. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പ്രധാന പ്രതിയായ സെബാസ്റ്റിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം കോടതി തള്ളി. പ്രതിയുടെ അനുമതിയില്ലാതെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയില്ലെന്ന് കോടതി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ബാസിയെയും മോഡൽ സൗമ്യയെയും സാക്ഷികളാക്കാൻ എക്സൈസ് വകുപ്പ് അന്വേഷണം തുടരുന്നു. ബൈക്കുകളിലെത്തി മാല പൊട്ടിക്കുന്ന സംഘം ചേർത്തലയിലും പരിസരത്തും വീണ്ടും തലപൊക്കുന്നു. സ്കൂട്ടർ യാത്രക്കാരിയായ പൊള്ളത്തൈ സ്വദേശിനിയുടെ 3.5 പവന്റെ സ്വർണ്ണമാല കവർന്നു. തുറവൂരിലും ചേർത്തലയിലും മാല പൊട്ടിക്കാൻ ശ്രമം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.